إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൻ-നംൽ 69-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഖുൽ നബിയെ താങ്കൾ പറയൂ, സീറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ കൂടി സഞ്ചരിക്കുവീൻ, നിങ്ങൾ ഭൂമി മുഴുവനും ചുറ്റി സഞ്ചരിക്കുവീൻ. കാരണം ഒരുപാട് ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും മുൻ സമുദായങ്ങൾ ബാക്കിയാക്കി വെച്ച വിശിഷ്ടങ്ങളും നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും എന്നുള്ള അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠനവിധേയമാക്കേണ്ടതിന്റെ ആ ചരിത്ര സംഭവങ്ങളൊക്കെയും പഠനവിധേയമാക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രാഷ്ട്രങ്ങളിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കുവീനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. ഫൻദുറൂ, നിങ്ങൾ എന്നിട്ട് നോക്കുവീൻ, കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, ആ കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കൂ. നിങ്ങൾ സൗദി അറേബ്യയുടെ പ്രാന്തപ്രദേശങ്ങൾ മദായിൻ സാലിഹ് നബിയുടെ പട്ടണം എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് ഇന്നും നോക്കൂ നിങ്ങൾ, അവർ മല തുരന്ന് വലിയ വലിയ വീടുകൾ ഉണ്ടാക്കി, കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയത് ഇന്നും അത് ചരിത്ര ശേഷിപ്പുകളായി ഇന്നും അവശേഷിക്കുന്നു. അതുപോലെ പലതും നോക്കൂ നിങ്ങൾ പറയുകയാണെങ്കിൽ നീണ്ടുപോകും. ഈ രൂപത്തിലുള്ള വലിയ വലിയ അവശേഷിപ്പുകളുണ്ട് ലോകം മുഴുവനും. മുൻ സമുദായങ്ങൾ വിട്ടേച്ചു പോയത് ഈജിപ്തിലുണ്ട്, പലസ്തീനിലുണ്ട്, മിസ്രിലുണ്ട്. ആ രൂപത്തിൽ പലതും അവശേഷിപ്പുകളുണ്ട്. അതൊക്കെയും കണ്ട് മനസ്സിലാക്കുന്നവർക്ക്, പഠനത്തിന് വിധേയമാക്കുന്നവർക്ക് മുൻ സമുദായങ്ങളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതുവഴി അല്ലാഹുവിലേക്കും സത്യദീനിലേക്കും കൃത്യമായ സന്മാർഗ ദർശനത്തിന്റെ വാതിൽ അവർക്ക് തുറക്കപ്പെടും എന്നൊക്കെയാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.